വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കും, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെന്ത് ജോലികൾ നമുക്ക് ചെയ്യാം, എന്തെന്ത് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് കോൺഷ്യസ് ആയിട്ട് കാത്തിരിക്കുമല്ലോ, പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടുമോ, എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ട് ഇത് പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോകരുത്, അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ട്. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇരുന്നല്ല കുക്ക് ചെയ്യുന്നത്, നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുന്നതാണെങ്കിലും പാത്രം കഴുകുന്നതാണെങ്കിലും വേവിക്കുന്നതാണെങ്കിലും അരി കഴുകുന്നതാണെങ്കിലും എന്ത് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ്ലി ഒരു 1 to 2 hours ഒക്കെ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല. എന്നാൽ അതിൽ കൂടുതൽ നമ്മളൊന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കാലൊക്കെ ഒരു വേദന വരില്ലേ, ഉപ്പൂറ്റി ഭാഗമൊക്കെ ഒന്ന് വേദന വരും, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരു ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാകും. അതിനർത്ഥം നമ്മുടെ ബോഡി ടയേർഡ് ആണ് എന്നാണ്. നമ്മുടെ ബോഡി ടയേർഡ് ആകുന്ന സിറ്റുവേഷനുകളിൽ ആ ടയേർഡ് ആയിരിക്കുന്ന ആ സിറ്റുവേഷൻ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ ഓർക്കുക, അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഒന്ന് സെക്കൻഡറി ആയി പോകും. അങ്ങനെ സെക്കൻഡറി ആവാനായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഇടവരുത്തരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 1 to 2 hours വരെ നമ്മൾ നിന്നുകൊണ്ട് കുക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. എന്നാൽ അതിൽ കൂടുതൽ ഇപ്പോൾ 1 to 2 hours വരെ നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ കുറച്ച് നേരം ഇപ്പോൾ കറി എന്തെങ്കിലും അടപ്പത്തിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് പോയി ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന് പോയി കിടക്കുക, അങ്ങനെയൊക്കെ നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ എല്ലാ പണിയും തീർത്തിട്ട് ഞാൻ കിടക്കുള്ളൂ എന്നുള്ളൊരു വാശി നിങ്ങൾ വെക്കരുത്. നമ്മുടെ ബോഡി ഒന്ന് ടയേർഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എടുക്കേണ്ടത് റെസ്റ്റാണ്. കാരണം ആ ഒരു റെസ്റ്റ് നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനായിട്ടും സഹായിക്കും കേട്ടോ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. നമുക്കിപ്പോൾ ഫ്ലോറൊക്കെ നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ പോലെ ഇരുന്നോ അല്ലെങ്കിൽ മുട്ടിലഴിഞ്ഞിട്ടോ നമ്മൾ തുടക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് മോപ്പ് അവൈലബിൾ ആണ്. നമുക്ക് തുടക്കുന്ന രീതിക്ക് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് നമുക്ക് നിന്നിട്ട് തുടക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കുമ്പിട്ട് നിവർന്നുള്ള ജോലികൾ നമ്മൾ ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ തുടക്കാനാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് നേരം കുമ്പിട്ട് നിന്ന് തുടയ്ക്കുന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങളൊക്കെ നമ്മൾ കുമ്പിട്ട് നിന്ന് തുടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കുറയ്ക്കുക. അതുപോലെ മുറ്റടിക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് കുമ്പിട്ട് നിവർന്ന് നോർമലി ഒരു 5-6 തവണയൊക്കെ കുമ്പിടണമെന്നൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ അതിലും കൂടുതൽ നമ്മുടെ അബ്ഡോമൻ ഭാഗത്ത് പ്രഷർ തരുന്നത്, അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്, അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. നമ്മുടെ ലോവർ അബ്ഡോമൻ ഭാഗത്ത്, നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് പ്രഷർ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. ഒരുപാട് നിങ്ങൾ കുമ്പിട്ട് നിവർന്ന് വരുമ്പോഴേക്കും അവിടെ ആ ഒരു കുമ്പിടൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്താണ്. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ നിങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുറ്റടിക്കുമ്പോഴാണെങ്കിലും തുടക്കുമ്പോഴാണെങ്കിലും വെള്ളം കളക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അലക്കി ഊരുന്ന സമയത്താണെങ്കിലും ഒരുപാട് കുമ്പിട്ട് നിവർന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ചെയ്യാതെ ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുമ്പിട്ട് നിവരുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ അലക്കി എന്തെങ്കിലും ഊരുവാണ്, അലക്കുന്നത് നമ്മൾ ആ ഒരു അലക്കുന്ന ഒരു സമയത്ത് നമ്മൾ അലക്കി അതുകൊണ്ട് അതുകൊണ്ട് വിരിച്ച് അങ്ങനെ ചെയ്യാതെ ഊരുന്ന ഡ്രസ്സ് എടുത്ത് ഒരു ബക്കറ്റിലോട്ട് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ഒരുമിച്ച് കൊണ്ടുപോയി വിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ ഊരിയിട്ട് അത് അപ്പം തന്നെ പിഴിഞ്ഞ് വിരിക്കാനായിട്ട് പോകുന്നതാണ്. അങ്ങനെ ഓരോ തുണികളും നമ്മൾ അങ്ങനെ പിഴിഞ്ഞ് വിരിക്കുമ്പോഴേക്കും നമ്മൾ എത്ര തവണ കുമ്പിടണം, ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലാം എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല. നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവർ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർ, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഈ കാര്യം ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രഗ്നൻസി പിടിച്ചു കിട്ടും. അങ്ങനെയുള്ളവർക്കേ പ്രശ്നമുള്ളൂ, അതല്ലാതെ ഉള്ളവർക്ക് ഒന്നും പ്രശ്നമില്ല കേട്ടോ. നമ്മളത് ചെയ്യുന്നതുകൊണ്ട് അത്രമാത്രം നമ്മുടെ യൂട്രസ് വീക്ക് ആവില്ല, അത്രമാത്രം ഒന്നും പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ട്. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ആ ഒരു പോസിറ്റീവ് ആണെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഒരുപാട് ലീവ് എടുത്തിട്ട് വീട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. എസ്പെഷ്യലി പ്രൈവറ്റ് ജോലീസൊക്കെ പോകുന്നവർക്ക് ഓരോ മാസവും ഇംപ്ലാന്റേഷൻ സമയം നോക്കി ലീവ് എടുക്കാനായിട്ടൊന്നും പറ്റില്ല. ട്രാവൽ ചെയ്യേണ്ടവർക്കും പഠിക്കുന്നവർക്കും ട്രാവൽ ചെയ്യാതെ നിവർത്തിയുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ഒരുപാട് ഗട്ടറുള്ള റോഡിൽ കൂടി സ്പീഡിൽ പോകാതെ ഒന്ന് സ്ലോവിൽ നമ്മൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സ്ലോ ആക്കി ഒന്ന് പയ്യെ നമ്മൾ
നമ്മൾ വണ്ടി അങ്ങോട്ട് റൈസ് ചെയ്ത് പോവുക കേട്ടോ. നിങ്ങൾ സ്വയം വണ്ടി ഓടിച്ച് പോകുന്നവരാണെങ്കിൽ തന്നെയും 9 മണിക്കാണ് നിങ്ങൾക്കൊരു ഓഫീസിൽ പോകേണ്ടതെങ്കിൽ നിങ്ങൾ 8:45 ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒരു ഇത്തിരി നേരത്തെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പം നമുക്ക് നമ്മുടെ റോഡിൻ്റെ സിറ്റുവേഷൻ നല്ലപോലെ അറിയാമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കാം. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ ആ ഒരു സമയത്ത് നല്ലതുപോലെ 2 വീലർ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഈ റോഡ് എൻ്റെ വീടും അതുപോലെ ഓഫീസും തമ്മിലുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒരുപാട് അത്യാവശ്യം നല്ല ഗട്ടറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നിട്ട് കൂടി എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എനിക്ക് മിസ്കാരേജ് ആയി പോയിട്ടുമില്ല. പക്ഷേ എൻ്റെ സിസ്റ്റർ അതുപോലെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അത്യാവശ്യം എന്നെക്കാളും ഏജ് ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ചെറുതായിരുന്ന സമയത്തായിരുന്നു പുള്ളിക്കാരിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബൈക്കിൽ ട്രാവൽ ചെയ്തപ്പോഴേക്കും കുഞ്ഞ് ആ ഒരു സിറ്റുവേഷനിൽ മിസ്കാരേജ് ആയി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ 2 പേരും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ട് പേരും 2 സമയത്താണ് ട്രാവൽ ചെയ്തതെങ്കിലും 2 പേരുടെയും വയസ്സും 2 പേരും പ്രഗ്നൻസി ട്രൈ ചെയ്ത സമയവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ട്രാവൽ ചെയ്തിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല, മറ്റൊരാൾക്ക് ട്രാവൽ ചെയ്തിട്ട് മിസ്കാരേജ് ഉണ്ടായി. ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ മിസ്കാരേജ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലോ നിങ്ങൾ ആ ഓട്ടോക്കാരനോടൊന്ന് പറയുക, ചേട്ടാ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് തന്നെ പറയുക. അപ്പോൾ അയാളൊരു കെയർ കൊടുത്തിട്ട് വണ്ടി ഓടിക്കും. ക്യാബ് ബുക്ക് ചെയ്യുന്ന സമയത്തും അങ്ങനെ പറയുക, ഞാൻ ഒരു പ്രഗ്നൻ്റ് ആയിരുന്ന ഒരു ഫസ്റ്റത്തെ ഒരു മാസമൊക്കെ എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ 2 വീലറിൽ പോകാൻ പറ്റാത്തതുകൊണ്ടും ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ടും ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ക്യാബ് ഡ്രൈവറോട് പറയുമായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അയാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ആ ഒരു സമയത്തൊന്നും അയാൾ നല്ലതുപോലെ കെയർ കൊടുക്കും. ആ ഒരു കാര്യം നമ്മളും അവിടെ ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ബസ്സിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ബസ്സിൻ്റെ ബാക്ക് സൈഡിൽ പോയി നിൽക്കാതെ എപ്പോഴും മിഡിലായിട്ടുള്ള പോർഷനിൽ നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കാനാണെങ്കിലും ആ മിഡിൽ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുക. അപ്പോൾ അവിടെ ഒരുപാട് കുടുക്കവും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ജോലികളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനുമില്ല. ഇനി ആ ബെഡ് റെസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് അത്രമാത്രം കെയർ കൊടുക്കണമെന്നും മിസ്കാരേജ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഉള്ളവർക്കുമാണ് അത്രയധികം കെയർ എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ. അതല്ലാത്തവർക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു അസുഖമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമാണ്. അത് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളും കൂടി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ, അതായത് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6ാമത്തെ ദിവസം മുതലുള്ള സമയങ്ങളിൽ പീരിയഡ്സ് നമ്മൾ വന്നിട്ടില്ല എങ്കിലും നമ്മൾ ആ മിസ്സാവുന്ന സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയെ നിങ്ങൾക്ക് ഇരട്ടിയാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.